മൗനരാഗം. രചന, അവതരണം ഋതു. പുറകിൽ ഷർട്ടിനകത്തായി കണ്ണീരിൻ്റെ നനവ് പടർന്നപ്പോൾ ശ്രീഹരി പൊള്ളിപ്പിടഞ്ഞു. ഒരു വേദന ഉള്ളംകാലിലൂടെ ദേഹത്തായി പടരുന്നുണ്ട്. അവൻ തല ശക്തിയായി കുടഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ശ്രീലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു. പോവാ, ഇവിടെ നിൽക്കണ്ട പ്ലീസ്. വാക്കുകൾ ഇടറി തുടങ്ങിയിരുന്നു. ശ്രീലക്ഷ്മിയെ മുന്നിലേക്ക് ചേർത്ത് നിർത്തി നെഞ്ചിലായി വലിച്ചിട്ടു. അവളെ ഒരു തവണ കൂടി കണ്ടപ്പോൾ മണിയൻ്റെ കണ്ണ് തിളങ്ങി, അളന്നെടുത്ത് കൊത്തിവെച്ചതുപോലെ. തൻ്റെ ശരീരത്തിൽ പടരുന്ന മാറ്റങ്ങളറിഞ്ഞ് മണിയൻ കഷണ്ടി കയറിയ തലയിലൂടെ വിരലോടിച്ചു. അപ്പോഴും ശ്രീഹരിയുടെ മുഖം ശാന്തമായിരുന്നു. അവൻ്റെ കണ്ണുകൾ മുന്നിലെ വേട്ടമൃഗത്തിൽ തന്നെ തറപ്പിച്ചു നിന്നു. ശ്രീലക്ഷ്മിയെയും കൊണ്ട് മുന്നോട്ട് നടന്നു. നേർമുന്നിൽ ശ്രീഹരി നിന്നിട്ടും മണിയൻ്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാവാം പെട്ടെന്ന് എന്താണ് തനിക്ക് സംഭവിച്ചത് എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാലൊന്നുയർത്തി നെഞ്ചിൻകൂട് ലക്ഷ്യമാക്കി ശ്രീഹരി ആഞ്ഞൊന്ന് ചവിട്ടി. വരാന്തയിലെ ദ്രവിച്ചു തുടങ്ങിയ കൈവരികൾ തകർത്ത് അയാൾ താഴേക്ക് പതിച്ചു. ശ്രീലക്ഷ്മി ഞെട്ടിക്കൊണ്ട് ചെവി പൊത്തി. അത്രയും ഉറക്കെയായിരുന്നു താഴെ നിന്നുള്ള നിലവിളി. അവൾ അമ്പരന്ന് അവനെ നോക്കി. മുഖമാകെ രക്തവർണമായിട്ടുണ്ട്. ദേഷ്യം നിയന്ത്രിക്കാൻ മീശ മുകളിലേക്ക് ബലമായി പിരിച്ചു വെച്ചു. ശ്രീയേട്ടാ, പേടിച്ചുകൊണ്ടാണെങ്കിലും അവൾ വിളിച്ചു. കണ്ണൊന്നിറുക്കി തുറന്നുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു. വന്യത കലർന്ന പുഞ്ചിരിയാണ് അതെന്ന് അവൾക്ക് തോന്നി. കയ്യിലെ ഫയലുകൾ ശ്രീലക്ഷ്മിക്ക് നീട്ടി അവൾ അത് നെഞ്ചോട് പിടിച്ചു. പിന്നെ ഒന്നും പറയാതെ വാതിലടച്ച് അവളെയും ചേർത്ത് പിടിച്ച് ഗോവണിപ്പടികൾ ഇറങ്ങി. മുകളിൽ നിന്ന് മണിയൻ താഴേക്ക് വീണത് ഗുജിലിക്കാരുടെ ചാക്കുകെട്ടിലേക്കാണ്. കിടന്നിടത്ത് നിന്നൊന്ന് അനങ്ങാൻ പോലും കഴിയാതെ അയാൾ ഉറക്കെ നിലവിളിച്ചു കൊണ്ടിരുന്നു. പടികൾ ഇറങ്ങി വരുന്ന ശ്രീഹരിയെ കണ്ട് എല്ലാവരും ഇരുവശത്തേക്കും മാറി നിന്നു. അവരുടെ കണ്ണുകളിലെല്ലാം ഭയം മാത്രമായിരുന്നു. മണിയനെ പോലുള്ള കരുത്തുള്ള ഒരുത്തനെ ചവിട്ടി വീഴ്ത്താൻ മാത്രം ചങ്കൂറ്റമുള്ളവൻ ശ്രീഹരി അല്ലാതെ മറ്റാരുമല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ് കിടക്കുന്നവനെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. ചെയ്യാനുള്ളതെല്ലാം അവൻ തന്നെ തീർക്കും, അതെല്ലാവർക്കും അറിയാം. ഇവിടെ നിൽക്കുക കേട്ടോ. ബുള്ളറ്റിനടുത്ത് ശ്രീലക്ഷ്മിയെ നിർത്തി അവൻ മുണ്ട് മാടിക്കുത്തി. അവൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. പ്രായമായവരെല്ലാം അതൊന്നും കാണാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ട് അവിടെ നിന്നും മാറിക്കളഞ്ഞു. ശ്രീഹരി ഒരു കൈകൊണ്ട് ചാക്കുകെട്ടിൽ മലർന്നു കിടക്കുന്ന മണിയനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അലർച്ചയോടെ അയാൾ പിടഞ്ഞു നിന്നു. കാലുകൾ നിലത്തുറക്കാതെ ആടിക്കൊണ്ടിരുന്നു. പുറമാകെ രക്തം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അയാളുടെ തലയിലേക്ക് രണ്ട് കൈയും ചേർത്തുകൊണ്ട് പരസ്പരം നെറ്റിമുട്ടിച്ചു നിന്നു. നേരത്തെ പറഞ്ഞ പോലെ നീ ഒന്നുകൂടെ പറ. അവൻ്റെ എല്ലാ കെട്ടും അപ്പോഴേക്കിറങ്ങിയിരുന്നു. അവശനായി ദയനീയമായി അയാൾ ഇല്ലെന്ന് തലയാട്ടി. ഒരു കൈകൊണ്ട് അവൻ്റെ കഴുത്തിന് പിടിച്ച് മറുകൈ ഒന്ന് കുടഞ്ഞു. നടുവിരലിലെ സിംഹത്തലയുള്ള മോതിരം ഒന്നിളകി. മണിയൻ്റെ കണ്ണ് തുറിച്ചു വന്നു. മുഷ്ടി ചുരുട്ടി അയാളുടെ മുഖത്ത് പലതവണ ആഞ്ഞു കുത്തുമ്പോൾ രക്തം വശങ്ങളിലേക്ക് തെറിച്ചു. മുഖമാകെ ചോര ചുവപ്പ് പടർന്നു. വായും മൂക്കും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചതഞ്ഞുപോയി. ശ്രീഹരിയുടെ കൈകൾ അപ്പോഴും അവനെ മോചിപ്പിച്ചില്ല. ചോര നിറഞ്ഞ ചുരുട്ടിപ്പിടിച്ച മുഷ്ടി കൊണ്ട് അയാളുടെ നെഞ്ചിലായി മുട്ടിച്ചു. എൻ്റെ പെണ്ണിനെ പറഞ്ഞ നീ ഇനി എഴുന്നേറ്റ് നിൽക്കണ്ട. ചെവിയിലായി രഹസ്യം പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ പലതവണ നെഞ്ചിലായി ആഞ്ഞമർന്നു. ശ്വാസം കിട്ടാതെ അയാൾ ആ കൈകളിൽ കിടന്നു പിടഞ്ഞു. ശ്രീലക്ഷ്മി നിന്ന് വിറക്കുകയായിരുന്നു. അവൻ്റെ ഇങ്ങനൊരു മുഖം ആദ്യമായാണ് അവൾ കാണുന്നത്. ശരീരമാകെ വിയർത്തു കുളിച്ചു. മണിയൻ്റെ മുഖത്തെ ഭയം കാഴ്ച കാണുന്ന ഓരോരുത്തരുടെയും മുഖത്തും അവൾ കണ്ടു. ശ്രീഹരിയുടെ കൈ അയഞ്ഞു. മണിയൻ ഒന്ന് ശബ്ദിക്കാൻ പോലും ആകാതെ നിലത്തേക്ക് വീണു. അതുകൊണ്ടും തീർന്നില്ല. മലർന്നു വീണ് അയാളുടെ കാൽ ശ്രീഹരി ഉയർത്തി. മുട്ടുകാലിൽ ചവിട്ടി രണ്ട് കൈകൊണ്ടും മണിയൻ്റെ കാൽപാദം മുന്നോട്ട് വലിച്ചു. ചെവി പൊട്ടും വിധം അലറിക്കൊണ്ട് അയാൾ ബോധം കെട്ട് വീണു. ആ കാലുകൊണ്ട് ഇനി അയാൾക്ക് ഒരു ഉപയോഗവുമില്ല എന്ന് കണ്ടു നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലായി. ദേഷ്യം അടങ്ങാനാവാതെ ശ്രീഹരി അയാളുടെ കഴുത്തിലായി ചവിട്ടി നിന്നു. അതുകൂടി കണ്ടതോടെ ശ്രീലക്ഷ്മി മുന്നോട്ടോടി. ഇനിയും തടഞ്ഞില്ലെങ്കിൽ അയാൾ മരിച്ചു പോകുമെന്നുറപ്പായിരുന്നു. താൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് ഈ ഒരു ഗതി ഉണ്ടായതെന്ന കുറ്റബോധം അവളെ അലട്ടി.
വിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ പുറകിലൂടെ ചെന്ന് ശ്രീലക്ഷ്മി കൈ ചേർത്ത് നിന്നു. വേണ്ട, പോവാം. ഇനി ഒന്നും ചെയ്യണ്ട. അയാൾ ചത്തുപോകും. എനിക്ക് പേടിയാവുന്നു. ചുറ്റും നിന്നവരൊക്കെ അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ആദ്യമായാണ് ശ്രീഹരിയെ ഒരാൾ തടയുന്നത്, അതും ഒരു പെണ്ണ്. അടുത്തത് എന്താകുമെന്നറിയാതെ എല്ലാവരും ആകാംക്ഷയോടെ നിന്നപ്പോൾ അവരെ ഞെട്ടിച്ചുകൊണ്ട് ശ്രീഹരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി പടർന്നു. ഇല്ല, ഇനി ഒന്നും ചെയ്യൂല. വയറിലൂടെ ചുറ്റിപ്പിടിച്ച കുഞ്ഞു കൈകളിൽ വിരൽ ചേർത്ത് വച്ച് അവൻ തിരിഞ്ഞു നിന്നു. മുഖത്ത് തെറിച്ച ചോരത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൾ പേടിയോടെ അത് നോക്കി നിന്നു. അവളെയും ചേർത്ത് മുന്നോട്ട് നടന്നപ്പോൾ തിരിഞ്ഞൊന്ന് നോക്കി. പാതി ചത്ത നിലയിൽ കിടക്കുന്ന മണിയനെ കണ്ട് ഒന്ന് ചിരിച്ചു. റോഡ് സൈഡിൽ വെള്ളത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്ന പൈപ്പിൽ നിന്നവൻ മുഖവും കൈയും കഴുകി. തിരിച്ചു പോകുമ്പോൾ അവർ ഒന്നും മിണ്ടിയില്ല. ശ്രീലക്ഷ്മി ആകട്ടെ പേടിച്ച് ബോധം പോകുമെന്ന നിലയിലാണ്. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങി മഹേഷിനെ വിളിച്ചേൽപ്പിച്ചു. ക്ലബിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴി തട്ടുകടയിൽ നിന്ന് ഭക്ഷണവും കഴിച്ചു. ശ്രീലക്ഷ്മി അതിനിടയിൽ അവൻ്റെ മുഖത്ത് ഒരു തവണ പോലും നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. അവനത് ശ്രദ്ധിച്ചെങ്കിലും ചോദിക്കാൻ നിന്നില്ല. തിരിച്ചെത്തുമ്പോൾ 9 മണി കഴിഞ്ഞിരുന്നു. വീട്ടിലേക്ക് കയറുമ്പോഴും കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അവളുടെ വിറയൽ മാറിയിരുന്നില്ല. പെട്ടെന്ന് അവളുടെ മുറിയിലേക്ക് കയറിപ്പോകാൻ തുനിഞ്ഞപ്പോൾ കയ്യിലായി ഒരു പിടി മുറുകി. കണ്ണുകൾ ഇറുകി അടച്ചു. നെഞ്ചിടിപ്പ് നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഉയർന്നുകൊണ്ടേയിരുന്നു. അവൾക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല. ലച്ചു. ആ വിളിയിൽ അവളുടെ ശ്വാസഗതി വീണ്ടും കൂടി. മുഖത്താകെ വിയർപ്പ് പൊടിഞ്ഞു. ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. മുന്നോട്ട് പോകാൻ ആഞ്ഞെങ്കിലും ഒറ്റ വലിയിൽ അവൻ അവളെ പിടിച്ച് നെഞ്ചിലേക്കിട്ടു. അവളെയും ചേർത്ത് മുന്നോട്ട് നടന്ന് ചുമരോട് ചേർത്ത് നിർത്തി. ശരീരത്തിനാകെ തളർച്ച തോന്നിയിരുന്നു അവൾക്ക്. മുഖമുയർത്തി നോക്കാനാവാതെ നിന്നു. ഉയർന്ന ഹൃദയമിടിപ്പിനനുസരിച്ച് മാറിടങ്ങൾ അവൻ്റെ നെഞ്ചിൽ അമർന്നുകൊണ്ടിരുന്നു. പിടപ്പോടെ കൂടുതൽ ചുമരോട് ചേർന്ന് നിന്നു. ലച്ചു, മുഖത്ത് നോക്ക്. അവൾ ആകെ വിറച്ചു തളർന്നു. ചുണ്ടുകൾ പോലും പിടച്ചു. കണ്ണുകൾ ഇടയ്ക്കിടെ ചിമ്മി തുറന്നു. കൈവിരലുകൾ ടോപ്പിൽ മുറുകി. പറയുന്നത് കേൾക്കു ലച്ചു, എൻ്റെ മുഖത്ത് നോക്ക്. അത് കേട്ടതും അവൾ കണ്ണുകൾ ഇറുകി അടച്ചു. ഒന്നാഞ്ഞു നിശ്വസിച്ചതിന് ശേഷം ചുമരിൽ ചേർത്ത കൈ മാറ്റി അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റി വരിഞ്ഞ് വലിച്ചടുപ്പിച്ചു. മറുകൈ കൊണ്ട് താടി പിടിച്ചുയർത്തി. ഹൃദയം പൊട്ടി താനിപ്പോൾ മരിക്കും എന്ന് പോലും അവൾക്ക് തോന്നി. അവൾ അപ്പോഴും കണ്ണുകൾ തുറക്കാതെ തന്നെ നിന്നു. അവൻ്റെ മുഖത്താകെ കുസൃതി നിറഞ്ഞു. അടഞ്ഞു കിടക്കുന്ന കണ്ണുകളിലേക്ക് മൃദുവായി ഒന്നൂതി. പിടഞ്ഞുകൊണ്ടവൾ കണ്ണു തുറന്നപ്പോൾ മീശത്തുമ്പ് കടിച്ച് ഒരു പുരികമുയർത്തി തന്നെ സൂക്ഷിച്ചു നോക്കുന്നവനെയാണ് കണ്ടത്. എന്താ എന്ന് നോക്കാത്തെ? ഒന്നും മിണ്ടാത്തെ? അവൾ അതിന് മറുപടി പറഞ്ഞില്ല. പേടിയാണോ എന്നെ? ഉമിനീരിറക്കിക്കൊണ്ടവൾ അതേ എന്ന് തലയാട്ടി. എന്തിനാ പേടി? എന്തു പറയണമെന്നറിയാതെ അവൾ മുഖം വീണ്ടും താഴ്ത്തി നിന്നപ്പോൾ താടി പിടിച്ച് അവൻ ഒന്നുകൂടെ ഉയർത്തി. പറ, എന്തിനാ പേടി? അത് നേരത്തെ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ പേടിച്ചു പോയി. ചോരയൊക്കെ വന്നില്ലേ? അയാൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? മരിച്ചു പോയിരുന്നെങ്കിലോ? ആ ഓർമ്മയിൽ തന്നെ അവളൊന്ന് പിടച്ചുപോയി. മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടാ ലച്ചു അതൊക്കെ ചെയ്തേ. എന്തിന്? അതിനു മാത്രം അയാൾ എന്താ ചെയ്തേ? അയാൾക്ക് എന്തേലും പറ്റിയിരുന്നെങ്കിൽ പോലീസ് പിടിക്കൂലേ? ജയിലിൽ പോണ്ടി വരില്ലേ? ആ ചോദ്യത്തിൽ ഏറെ വെപ്രാളമായിരുന്നു. അയാൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ? തടഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. പിന്നെ ചുണ്ടുകടിച്ച് ഏതോ ഓർമ്മയിൽ പറഞ്ഞു. ഇങ്ങനെ എന്തൊക്കെ കേട്ടിരിക്കുന്നു. എത്ര തവണ ഉറങ്ങാതെ പേടിച്ച്. ശ്രീഹരിയുടെ കണ്ണുകൾ കുറുകി. മുഖത്തേക്ക് രക്തമിരമ്പി. അവൾ അപ്പോഴും ഏതൊക്കെയോ ഓർമ്മയിൽ പെട്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് താൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന ബോധം വന്നത്. ദേഷ്യം വന്ന് മുറുകിയ മുഖം കണ്ട് അവൾക്ക് വീണ്ടും പേടി തോന്നി. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. വിജയൻ്റെ കാര്യം അവൻ അറിയേണ്ടെന്ന് അവൾക്ക് തോന്നി. പേടിയാവുന്നു ഇങ്ങനെ കാണുമ്പോൾ. അവൻ്റെ ചുവന്നു തുടങ്ങിയ കണ്ണുകൾ നോക്കി അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ശ്രീഹരി പെട്ടെന്ന് കണ്ണുകൾ അടച്ച് തലയൊന്ന് കുലുക്കി. ഞാൻ അങ്ങനെ
എല്ലാവരെയും തല്ലാറൊന്നുമില്ല. ഇന്നെന്തോ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഈ പേടി മാറാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? അവൻ്റെ ശബ്ദത്തിൽ എവിടെയോ കുറച്ച് കുറുമ്പ് നിറഞ്ഞതായി അവൾക്ക് തോന്നി. നോക്ക്, വല്ലാതെ വിയർത്തല്ലോ. അവളുടെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളെ തുടച്ചു മാറ്റിക്കൊണ്ടവൻ ചിരിച്ചു. ആ മുഖത്ത് വിടർന്ന ചിരിയിലേക്ക് ഒരു നിമിഷം കണ്ണു ചിമ്മാതെ അവൾ നോക്കി നിന്നു. എന്താ? ആ നോട്ടം കണ്ടവൻ പുരികമുയർത്തി. ഇങ്ങനെ ചിരിച്ചൂടെ? കാണാൻ എന്ത് ഭംഗിയുണ്ടെന്നറിയോ? അത്രയ്ക്ക് ഭംഗിയുണ്ടോ? തിരിച്ചൊരു ചോദ്യം വന്നപ്പോഴാണ് എന്താണ് പറഞ്ഞതെന്ന ഓർമ്മയിൽ നാവ് കടിച്ചത്. വിടാവോ, ഞാൻ പോട്ടെ. അവൻ്റെ കൈക്കുള്ളിൽ കിടന്നവൾ ഒന്നിളകി. ഇനി എന്നെ നോക്കുമ്പോൾ പേടിക്കില്ല എന്ന് പറ, എന്നാ വിടാം. അത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ആരായാലും പേടിക്കൂലേ? ഞാൻ ആവശ്യമില്ലാതെ ആരെയും തല്ലാറില്ല ലച്ചു. അവൾ മുഖം കോട്ടിക്കൊണ്ട് നോട്ടം മാറ്റി. ആവശ്യമോ അനാവശ്യമോ? തല്ലിയിട്ട് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൾ പിറുപിറുത്തു. ഉറക്കെ പറയടി. ഒന്നുമില്ല. ഞാൻ ലച്ചുവിനോട് ഒരിക്കലും ദേഷ്യപ്പെടൂല, പോരെ? ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. എന്തിനാ അങ്ങനെ വിളിക്കണേ? അല്പം മടിയോടെ അവൾ ചോദിച്ചു. എങ്ങനെ? ലച്ചൂന്ന്. അവന് അപ്പോഴാണ് ഓർത്തത്. അങ്ങനെയാ വിളിക്കാൻ തോന്നിയത്. വെറുതെ. ലച്ചു എന്തിനാ ശ്രീയേട്ടാന്ന് വിളിക്കുന്നേ? അതുപോലെ. അവൾക്ക് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പറ, പേടിക്കില്ല എന്ന് പറ. ലച്ചു അങ്ങനെ പേടിയോടെ നോക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി പേടിക്കില്ല. അവൾ അവനിൽ നിന്ന് രക്ഷപ്പെടാനായി പെട്ടെന്ന് പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ശ്രീഹരി കൈ അയച്ചു. റൂമിലേക്ക് ഓടിക്കയറി വാതിലടക്കുമ്പോൾ ശ്രീലക്ഷ്മിയുടെ നെഞ്ച് പടപടാമിടിക്കുകയായിരുന്നു. എന്തൊരു പിടിയാ പിടിച്ചത്! എന്തൊരു നോട്ടാ അത്! തലയൊന്ന് കുലുക്കി വേണ്ടാത്ത ചിന്തകളെ ആട്ടിയൊതുക്കി അവൾ ഫ്രഷാവാൻ കയറി.